أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ജംഇന്റെ 59ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ആരംഭിക്കുന്നത്. അവ ഖിയാസിലുള്ള ചർച്ചയിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഫർദിന്റെ അഥവാ ഹുക്മ് അതിന്റെ ബാക്കി ഭാഗം തുടരട്ടെ. ഖൗലുൽ ഹുക്മി ഫിൽ അസ്ലി. അതിനു മുമ്പ് നമുക്ക് പറയാനുള്ളത് ഇവിടെ ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നല്ലോ. അതൽ മുസന്നിഫു ബിൽ ലാഹിരി ബദൽ ലബീർ റാജിഇ ഇലൽ ഹുക്മിൽ ഇലാ ഹുക്മിൽ അസ്ലിൽ മുഹദ്ദസി അൻഹു. ചർച്ച ചെയ്യപ്പെടുന്നത് അസ്ലിന്റെ ഹുക്കുമാണ്. ആ ഹുക്കുമിലേക്ക് മടങ്ങുന്ന ലബീർ പറയേണ്ടയിടത്ത് ലാഹിറായ ഇസ്മിനെയാണ് മുസന്നിഫ് കൊണ്ടുവന്നത്. എവിടെ? ഫീ ഖൗലിഹി ദലീലു ഹുക്മിഹി അല്ലാ യകൂന ദലീലു ഹുക്മിഹി എന്നുള്ളടത്ത് ദലീലുഹു എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ദലീലു ഹുക്മിഹി ലാഹിറായ ഇസ്മിനെ കൊണ്ടുവന്നത്. വഫീ ഖൗലിഹി അതുപോലെ തന്നെ ഖൗലുഹു എന്ന് പറയേണ്ടടുത്തും മുസന്നിഫ് ഖൗലുൽ ഹുക്മി എന്നാ പറഞ്ഞത്. ഇങ്ങനെ ലാഹിറായ ഇസ്മിനെ കൊണ്ടുവന്നു എന്നതാണ് മുസന്നിഫിനെ കുറിച്ച് ഷാരി പറയുന്നത്. ഇവിടെ ലമീറിനെയും വിട്ടുകൊണ്ട് ലാഹിറായ ഒരു ഇസ്മിലേക്ക് തെറ്റുന്നത് ആവശ്യമില്ല എന്നൊരു സൂചന. അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? അങ്ങനെ മുസന്നിഫ് വ്യക്തമായി പറഞ്ഞതുകൊണ്ട് ദലീലുഹു ഖൗലുഹു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെ പോലത്തെ ആളുകൾക്ക് പിടികിട്ടില്ല. അപ്പൊ മനസ്സിലാക്കിയെടുക്കാം, ദലീൽ ഹുക്മിഹി എന്ന് പറയുമ്പോൾ അസ്ലിന്റെ ഹുക്മ് എന്നായി. എന്നതുപോലെ തന്നെ ഖൗലുൽ ഹുക്മി എന്ന് പറയുമ്പോൾ ഐഫിൽ അസ്ലി അസ്ലിലുള്ള ഹുക്മ് ആവുക. എന്താവുക? മുത്തഫഖൻ അലൈഹി മുത്തഫഖുൻ അലൈഹി ആവുക. അപ്പൊ അതിന്റെ മേൽ ആ ഹുക്മിന്റെ മേൽ എല്ലാവരും യോജിക്കുക. മുത്തഫഖുൻ അലൈഹി ആവൽ ഷർത്താണ്. ഇല്ല മുത്തഫഖുൻ അലൈഹി ആയിട്ടില്ല എങ്കിൽ ഫയഹ്താജു ഇൻദ മൻഇഹി അല്ലെങ്കിൽ ഫയുഹ്താജു അപ്പോൾ ആവശ്യമാക്കപ്പെടും ഇൻദ മൻഇഹി ഖിയാസിന് പറ്റൂല എന്ന് പറയുന്ന സമയത്ത് ഇലാ ഇസ്ബാത്തിഹി ആ ഹുക്മിനെ സ്ഥിരപ്പെടുത്തലേക്ക് ആവശ്യമായി വരും. അതേ സമയത്ത് തർക്കിക്കുന്ന രണ്ടാളുകളും ഇത്തിഫാഖായാലോ വിഷയമില്ലല്ലോ. അപ്പൊ മൻഇ ചെയ്യുന്ന സമയത്ത് ഒരു ഹുക്മിനെ ഇസ്ബാത്തിലേക്ക് ആവശ്യമായി വരും. ഫയുദ്ഖലു ഇലാ മസ്അലത്തിൻ ഉഖറ അങ്ങനെ വരുമ്പോൾ മറ്റൊരു മസ്അലയിലേക്ക് നീങ്ങൽ വരും. വയന്തശുൽ കലാം അങ്ങനെ കലാം വ്യാപകമാവുകയും ചെയ്യും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? തർക്കിക്കുന്ന രണ്ടാളും ഒരു ഹുക്മിന് അതായത് അസ്ലിലുള്ള ഹുക്മിന് ഇത്തിഫാഖായാൽ മതി. എന്ന വിഷയം തീരും. വയഫൂത്തുൽ മഖ്സൂദു അങ്ങനെ ഫർഇന് അസ്ലിന്റെ ഹുക്മ് കിട്ടുക ലക്ഷ്യം അതിവിടെ ഇല്ലാതെയായി പോവുകയും ചെയ്യും. അപ്പൊ ഈ വക പ്രശ്നമൊക്കെ ഇല്ലാതെയാവും ഇത്തിഫാഖായാൽ എന്നതാണ്. ഇവിടെ ഇത്തിഫാഖാവാന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് മനസ്സിലായിട്ടില്ലല്ലോ. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബൈനൽ ഉമ്മത്തിന ഉമ്മത്തിന്റെ ഇടയിൽ ഇത്തിഫാഖ് വേണം എന്നാ. എത്രത്തോളം അദ്ദൽ മൻഹു വജിഹിൻ ഒരു നിലക്കും അവിടെ ഖിയാസ് പറ്റൂല എന്നുള്ളത് വരാൻ പാടില്ല. അത്രത്തോളം എന്താവുക ആവണം. അപ്പോ മറ്റേ വരാൻ പാടില്ല. ആ വരാതെക്കാനാണ് ഉമ്മത്തിന്റെ ഇടയിൽ ഇത്തിഫാഖ് വേണമെന്ന് പറഞ്ഞത്. പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാഖ് ഉണ്ടായിട്ട് കാര്യമില്ല, ഉമ്മത്തിന്റെ ഇടയിൽ ഇത്തിഫാഖ് വേണമെന്ന് ഖീല. എങ്കിൽ വൽ അസഖു അവിടെ ബലപ്പെട്ട അഭിപ്രായത്തിൽ പറയാനുള്ളത് ബൈനൽ ഖസ്മൈനി തർക്കിക്കുന്ന രണ്ടുപേരുണ്ടെങ്കിൽ അവർക്കിടയിൽ ഇത്തിഫാഖ് ഉണ്ടായ മതി. ഫഖത്ത് അത്രമാത്രം. അതാണ് അസഹ്. കാരണം ലിഅന്നൽ ബഹ്സ ലാ യഅദുഹുമാ ഈ തർക്കിക്കുന്ന രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോ അവർ രണ്ടാളെയും വിട്ട് ആ ചർച്ച പോകൂലല്ലോ. അപ്പൊ അവർ രണ്ടുപേരും ഇത്തിഫാഖായാൽ മതി എന്നതാണ്. ഒരസഖു മറ്റൊരു അസഖ് പറയാനുള്ളത് എന്താ? അന്നഹു നിശ്ചയമായിട്ടും കാര്യം ലാ യുഷ്തറത്തു ഷർത്താക്കപ്പെടൂല എന്തോടൊപ്പം ബഇസ്തിറാത്തി ഇത്തിഫാഖിൽ ഖസ്മൈനി ഫഖത്ത് തർക്കിക്കുന്ന രണ്ടുപേര് മാത്രം ഇത്തിഫാഖ് ഷർത്താണല്ലോ. ആ ഷർത്തോടുകൂടെ തന്നെ മറ്റൊരു ഷർത്ത് ഇവിടെ ഇല്ല. ഏത് ഷർത്തില്ല? ഇഖ്തിലാഫുൽ ഉമ്മത്തി
വൈരിൽ ഖസ്മൈനി തർക്കീക്കാത്തതായ മറ്റു ആളുകൾ ഭിന്നിപ്പാവണം എന്ന ഷർത്ത് ഇവിടെ ഇല്ല. എന്തിന്? ഫിൽ ഹുക്മി വിധിയിൽ. അപ്പൊ വിധിയിൽ രണ്ട് പണ്ഡിതന്മാർ തർക്കിച്ചു, ഓൽക്ക് രണ്ടാക്കുക ഇത്തിഫാക്കായി എങ്കിൽ ഇവ രണ്ടുപേരും ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾക്ക് ഹുക്മില് എതിർപ്പുണ്ടാവാം എന്ന് ഷർത്തുണ്ടാവുന്നില്ല. പിന്നെന്ത് മതി? ബൽ യജൂസ് ഇത്തിഫാഖുഹും ഫീഹി, ആ വിധിയിൽ ആ സമുദായവും എന്താവുക യോജിക്കൽ ജായിസാണ്. ഏറെപ്പോലെ ഖസ്മേരി വാദിയും പ്രതിയും യോജിക്കും പോലെ അങ്ങനെയാണ് അസഖ് ഷർത്തില്ല എന്നതാ. വക്കീല അസഖിന് അതിൽ പറയുന്നു യുസ്തറത്തു ഇഖ്തിലാഫും ഫീഹി, ആ വിധിയിൽ ഉമ്മത്തും എന്ത് വേണം? ഇഖ്തിലാഫ് ആവണം എന്ന് ഷർത്താ. ആ എന്തിനാണാവും? ലിയതഅത്താനിൽ ഖസ്മിൽ ബാഹിസി മൻഅഹു, ഖിയാസ് പാടില്ല എന്നതിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചർച്ചക്കാരനായ തർക്കിക്കുന്ന ആൾക്ക് ശരിയാവണം. എന്ത് ശരിയാവണം? മൻഉഹു, ഖിയാസിനെ തടയാൻ. അപ്പൊ ഖിയാസിനെ തടയാൻ സൗകര്യമാവണമെങ്കിൽ എന്ത് വേണം? തർക്കിക്കുന്ന, അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന തർക്കിക്കുന്ന ആൾക്ക് അത് വേണം. അപ്പോൾ ഇഖ്തിലാഫ് വേണം. അപ്പോളെ ഖിയാസ് മന്യ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഉമ്മത്തിന്റെ ഇടയിൽ ഇഖ്തിലാഫ് വേണം. അത് ഷർത്താണ്. ഇത് ഖീല, അത് വേണ്ട എന്ന് അസഹ്. ഫഇന്നഹു ലാ മദ്ഹബ ലഹു, കാരണം ഈ തർക്കിക്കുന്ന ആൾക്ക് മദ്ഹബില്ല. മദ്ഹബില്ല എന്ന് പറഞ്ഞാൽ ചർച്ച അടിസ്ഥാനത്തിലുണ്ടോ? ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മദ്ഹബില്ല എന്നേ ഉള്ളൂ. അമലിന്റെ ഭാഗത്തിൽ കൂടെ നോക്കുമ്പോൾ അമല് ചെയ്യപ്പെടാൻ പറ്റുന്ന മദ്ഹബ് ഇയാൾക്കുണ്ടാവും. അതല്ല ഇവിടുത്തെ മദ്ഹബില്ല എന്ന് പറയുന്ന അർത്ഥം. ചർച്ച എന്ന നിലപാടിലൂടെ അയാൾക്ക് മദ്ഹബില്ല. അപ്പൊ അതുകൊണ്ട് ഉമ്മത്തിന്റെ ഇഖ്തിലാഫ് ഉണ്ടായാൽ ഇയാൾക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്തിട്ട് ആ തർക്കിക്കുന്ന ആൾക്ക് ഖിയാസിനെ മറ്റ് ചെയ്യാം. അപ്പൊ അവിടെ ആ ചർച്ച കഴിഞ്ഞു. ഇനി നമ്മൾ മുത്തഫഖുൻ അലൈഹി ആവണം എന്ന് പറഞ്ഞല്ലോ, വിധി ആ ഷർത്താന്ന് പറഞ്ഞല്ലോ, അതിനോട് തബിരിയായ ഒരു മസ്അല. ഫൈൻകാൻ ഹുക്മു, ആ വിധി മുത്തഫഖുൻ അലൈഹിയാണ്, വിധി മുത്തഫഖുൻ അലൈഹിയാണ് എങ്കിൽ, ബൈനഹുമാ, ഈ രണ്ട് ഖസ്മേരിയുടെ ഇടയിൽ മുത്തഫഖുൻ അലൈഹിയാണ് എങ്കിൽ, വലാകിൻ പക്ഷേ ലിഇല്ലത്തൈനി മുഖ്തലിഫത്തൈനി, രണ്ടാളും ഹുക്മിൽ ഇത്തിഫാഖാണ് എങ്കിലും രണ്ടുപേരും ഹുക്മിലുള്ള ഇല്ലത്ത് കണ്ടെത്തിയതിൽ വിഭിന്നമായി. ഈ രണ്ടാളും മുത്തഫഖുൻ അലൈഹിയായ ഹുക്മ് മുഖ്തലിഫത്തൈനി, വ്യത്യസ്തമായ അഭിപ്രായമുള്ള രണ്ട് ഇല്ലത്താ. ആ രണ്ട് ഇല്ലത്തിന് വേണ്ടി കൊണ്ടാണ് ഈ വിധി വന്നത്. അങ്ങനെ ഇത്തിഫാഖാവുകയും ചെയ്താൽ അതിന് ഉദാഹരണമായി പറയാം, കമാഫി ഖിയാസി ഹുലിയിൽ ബാലിഗത്തി, പ്രായപൂർത്തി എത്തിയതായ പെൺകുട്ടിയുടെ ആഭരണങ്ങളെ ഖിയാസാക്കി, അലാ ഹുലിയ സ്വബിയത്തി, ചെറിയ പെൺകുട്ടിക്കുണ്ടാക്കി കൊടുത്ത ആഭരണങ്ങളുടെ മേൽ ഖിയാസാക്കി. എന്ത് വിഷയത്തിലാണ് ഖിയാസാക്കുന്നത്? ഈ അദബി വുജൂബി സക്കാത്തി, സക്കാത്ത് നിർബന്ധമില്ല എന്ന വിഷയത്തിൽ. കുട്ടിക്കുണ്ടാക്കി കൊടുത്ത ആഭരണങ്ങളിൽ സക്കാത്ത് നിർബന്ധമല്ലല്ലോ. ആ വിഷയത്തിൽ വലിയ പെൺകുട്ടിക്കുള്ള ആഭരണങ്ങളിലും എന്തില്ല? സക്കാത്തില്ല. അതിന്റെ മേല ഖിയാസ്. ഫിൽ അസ്ലി, കുട്ടിയുടെ ആഭരണത്തിൽ സക്കാത്ത് നിർബന്ധമില്ല എന്നതിന്റെ കാരണം അതിനുള്ളത് മുത്തഫഖുൻ അലൈഹി, അതിന്റെ മേൽ ഇത്തിഫാഖാണ്. എന്ത്? സക്കാത്ത് നിർബന്ധമില്ല. അസ്ലിൽ സക്കാത്ത് നിർബന്ധമില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. ബൈനന, നമുക്കിടയിലും, ബൈനൽ ഹനഫിയത്തി, ഹനഫി മദ്ഹബുകാർക്കിടയിലും നമുക്കിടയിലും എന്തില്ല? സക്കാത്ത് വുജൂബില്ല അസ്ലിൽ. അസ്ൽ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ആഭരണത്തിൽ അതിൽ നിർബന്ധമില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല, ഇത്തിഫാഖാണ്. പക്ഷെ ഇല്ലത്ത് നോക്കട്ടെ. വൽ ഇല്ലത്തു ഫീഹി ഇദ്ദന, സക്കാത്ത് നിർബന്ധമില്ല എന്നതിൽ നമ്മുടെ അടുക്കൽ എന്ന് പറഞ്ഞ ഷാഫിയാക്കൾ, നമ്മുടെ അടുക്കലുള്ള കാരണം കൗനുഹു ഹുലിയ മുബാഹൻ, അതെന്താ? ഹലാലായ ആഭരണമാവുക എന്നുള്ളതാണ് നമുക്കുള്ളതായ ഇല്ലത്ത്. എവിടെ? ബാലിഗത്തായ പെൺകുട്ടി. ഈ ബാലിഗത്തായ പെൺകുട്ടിയുടെ ആഭരണത്തെ അസ്ലിന്റെ പേരിലാണ്. അസ്ലേതാ? സബീയത്തിന്റെ ഹുലി. അപ്പൊ ആ സബീയത്തിന്റെ ഹുലി എന്താണ്? ഹലാലാവണം. ഹലാലായതുകൊണ്ട് അതിലെന്തില്ല? സക്കാത്ത് വുജൂബില്ല. എന്നതുപോലെ തന്നെ ബാലിഅത്തായ പെൺകുട്ടിയുടെ ആഭരണം ഹലാലാണ്. അപ്പൊ അതിലും സക്കാത്ത് വുജൂബില്ല.
വഇന്ദഹും എങ്കിൽ അവരുടെ അടുക്കൽ, ആരുടെ അടുക്കൽ? ഹനഫിയാക്കളുടെ അടുക്കൽ ഇല്ലത്ത് കൗനുഹു അത് ആ ഹുലി എന്താവണം? മാലസ്വബീയത്തിൻ അത് കുട്ടിയുടെ സ്വത്തായല്ലോ. ആ ഹുലി കുട്ടിയുടെ സ്വത്താണ്. ആ നിലപാട് വെച്ച് നോക്കുമ്പോൾ സക്കാത്ത് നിർബന്ധമില്ലല്ലോ എന്നതാണ്. അപ്പൊ വിധിയിൽ ആർക്കും തർക്കമില്ലെങ്കിലും വിധിക്കുള്ള രണ്ട് ഇല്ലത്ത് വ്യത്യാസമാണ് ഇങ്ങനെയാവുക. ഈ രൂപത്തിൽ ഇല്ലത്ത് വ്യത്യാസമായി കൊണ്ട് തന്നെ വിധിയിൽ രണ്ടുപേരും ഒരുമിച്ചാൽ രണ്ടുപേർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ യോജിച്ചു വന്നാൽ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഫഹുവ അപ്പോൾ ഇവിടെ ഖിയാസ് അയൽ ഖിയാസുൽ മുസ്തമിലു അലൽ ഹുക്മിൽ മദ്കൂരി പറയപ്പെട്ടതായ ഒരു വിധി. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എന്ത്? സക്കാത്ത് വുജൂബില്ല എന്ന്. അതാണ് പറയപ്പെട്ട വിധി. ആ പറയപ്പെട്ട വിധിയുടെ മേൽ ചുറ്റി നിൽക്കുന്ന ഖിയാസ്. ആ ഖിയാസ് ഏതെവിടെ പറഞ്ഞത് നമ്മള്? ബാലിഹത്തായ പെൺകുട്ടിയുടെ ആഭരണം, സ്വബീയത്തായ ചെറിയ പെൺകുട്ടിയുടെ ആഭരണത്തിന്റെ മേൽ ഖിയാസാക്കിയില്ലേ? അങ്ങനത്തതായ ഖിയാസ് ചുറ്റിപ്പറ്റി വന്നു അദബ് സക്കാത്തിന്റെ പേരിൽ. എന്നാൽ അദബ് വുജൂബ് സക്കാത്തിനാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ ഖിയാസിന് പറയുന്ന പേരെന്താ അറിയാം? മുറക്കബുൽ അസ്ലി എന്ന് പറയാം. അസ്ലിനെ കൂട്ടിച്ചേർക്കപ്പെട്ടതിനാണ്. എങ്കിൽ സുബിയബിദാലിക്ക മുറക്കബുൽ അസ്ലി എന്നതുകൊണ്ട് പേര് വെക്കപ്പെട്ടു ഈ ഖിയാസിന്. എന്താ കാരണം? ഇതുർക്കീബിൽ ഹുക്മി ഫീഹി ആ ഖിയാസിൽ ഹുക്മിനെ കൂട്ടിച്ചേർത്തുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഐ ബിനാഇഹി ആ ഹുക്മിനെ എടുത്തു. അരൽ ഇല്ലത്തേരി രണ്ട് ഇല്ലത്തും കൂട്ടിയിട്ടാണ് ഹുക്മിനെടുത്തത്. അപ്പൊ ആ ഖിയാസിന് വന്നതായ വിധി രണ്ട് ഇല്ലത്തിന്മേലുള്ളതായ എടുക്കലാ. ആ രണ്ട് ഇല്ലത്തുമേൽ കിട്ടിയൊരു വിധി എടുത്തു. അപ്പൊ രണ്ടും കൂട്ടിച്ചേർത്തുണ്ടാക്കി. അപ്പൊ അസലിൽ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ മുറക്കമായ അസ് എന്ന് പറയും എന്തിന്? ഖിയാസ്. അപ്പൊ രണ്ട് ഇല്ലത്തിന്റെ മേൽ എടുത്തതിന് വേണ്ടി കൊണ്ടാണ് മുറക്കബുൽ അസ്ലിന് പേര് വെക്കും. അതെങ്ങനെയാണ്? മിൻ നദരി ഇലൽ ഖസ്മൈനി രണ്ട് ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നതായ വാദിയും പ്രതിയും ഇവിടെ ഉണ്ടാവും. ഇവ രണ്ടുപേരിലേക്കും നോക്കിക്കൊണ്ടാണ് രണ്ട് ഇല്ലത്ത് എന്ന് പറഞ്ഞത്. ആ രണ്ട് ഇല്ലത്തിന്റെ മേൽ ഈ വിധിയെ എടുത്തു. അങ്ങനെ എടുത്ത കാരണം കൊണ്ടാണ് മുറക്കബുൽ അസിൽ എന്ന് പറയപ്പെട്ട ഹുക്മിന്റെ മേൽ ചുറ്റി വന്ന ഖിയാസിന് പേര് വരാൻ കാരണം. അങ്ങനെയും വരാം. ഇങ്ങനെ വരാം. ഔ കാനൽ ഹുക്മു മുത്തഫഖൻ അലൈഹി ബൈനഹുമാ വാദിയുടെയും പ്രതിയുടെയും ഇടയിൽ ആ വിധി മുത്തഫഖ് തന്നെയാണ്, അഭിപ്രായം അതിലില്ല. എങ്ങനെ? ഇല്ലത്തിൽ ഒരു ഇല്ലത്തിന് വേണ്ടി ഇത്തിഫാഖായി. എങ്ങനത്തെ ഇല്ലത്ത്? യംനഉൽ ഖസ്മ് പ്രതി തടുക്കുന്നു വുജൂദഹ ആ ഇല്ലത്ത് ഉണ്ടാവലിനെ ഫിൽ അസ്ലി അസ്ലിൽ ആ ഇല്ലത്ത് ഇല്ല. ഫറയിലുണ്ടെങ്കിലും അസ്ലിൽ അത് ഇല്ല. അപ്പൊ അസ്ലിൽ ആ ഇല്ലത്ത് ഉണ്ടാവാൻ പാടില്ല. ഇതാണ് പ്രതി വാദിക്കുന്നത്, തടുക്കുന്നത്, മന്നു ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഇല്ലത്തിന് വേണ്ടിയാണ് ഇവിടെ ഹുക്കം ഉണ്ടായതും. ആ ഹുക്കുമിൽ രണ്ടുപേരും ഇത്തിഫാഖാണ്. ഇങ്ങനെ വന്നാൽ അതിനെന്താ പറയാ? വേറെ പറയാം. കബാബി ഖിയാസി അതിന് ഉദാഹരണം പറയട്ടെ. കബാബി ഖിയാസി ഇൻതസവ്വജ്തു ഫുലാനതൻ ഫഹിയ താലിഖൂൻ എന്ന് പറയും ഉദാഹരണം. അതിനെ ഖിയാസാക്കുകയാണ്. അതിന്റെ അർത്ഥം അറിയില്ലേ? മോലേമാർ ഇതിലുണ്ടല്ലോ, അപ്പൊ ഞാൻ പറയണില്ല. ഈ പറഞ്ഞ ഇൻതസവ്വജ്തു ഫുലാനതൻ ഫഹിയ താലിഖൂൻ എന്ന് പറഞ്ഞതിനെ ഖിയാസാക്കി. എന്തിന്റെ പേരിൽ? അലാ ഫുലാനത്തുല്ലത്തി അതസവ്വജുഹാ താലിഖുൻ എന്നതിന്റെ പേരിൽ ഖിയാസാക്കി. ഫുലാനത്ത് ഇന്നാലിന്നവള് അല്ലത്തി അതസവ്വജുഹ അവളെ വിവാഹം ചെയ്യും, ഇപ്പൊ ചെയ്തിട്ടില്ല, ചെയ്യും, അവള് താലിഖുൻ തലാഖുടയവളാണ് എന്നതാണ് ഈ പറഞ്ഞത്. ഇതിന്റെ പേരിൽ ഖിയാസാക്കി എന്ത്? ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവൾ ത്വലാഖുടയവളാണ് എന്നതിനെ. എന്ത് വിഷയത്തിലാണ് ഇവിടെ ഖിയാസാക്കുന്നത്? വിവാഹം ചെയ്തതിന് ശേഷം ഈ ത്വലാഖ് സംഭവിച്ചിട്ടില്ല എന്ന വിഷയത്തിലാണ് ഫുലാനത്തുല്ലത്തി അതസവ്വജുഹാ ത്വാലിഖുൻ എന്നതിന്റെ പേരിൽ എന്നതിനെ ഖിയാസാക്കിയത്. ഇവിടെ ഇല്ലത്ത് ഒന്നാണ്. ഇല്ലത്ത് ഒന്നായിരിക്കെ രണ്ടിന്റെയും ഇടയിൽ രണ്ടു കൂട്ടർക്കും ഇടയിൽ വിധി മുത്തഫഖുൻ അലൈഹിയുമാണ്. ഫർഇലുള്ളതായ ഇല്ലത്ത് അസ്ലിൽ ഇല്ല, ഉണ്ടാവാൻ പാടില്ല എന്നാണ് പ്രതിയുടെ വാദം.
എന്നിരിക്കെ ഒരൊറ്റ ഇല്ലത്തിന് വേണ്ടി വിധി ഇവിടെ വന്നു. ആ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നു വിധി. നോക്കുക എങ്ങനെയാണത്. ഇന്ന അദ്ബഹു, നിശ്ചയമായിട്ടും ആ ഇല്ലത്ത് ഇല്ലാതിരിക്കുക എന്നുള്ളത് ഫിൽ അസ്ലി, അസ്ലിൽ. ഏതാണ് അസ്ല്? അത് ഫുലാനത്തുനില്ലത്തി അതസവ്വജുഹാ താലിഖുൻ, അതാണ് അസ്ല്. ആ അസ്ലിൽ എന്തില്ല? അദ്മു തലാഖ് ഇല്ല എന്ന് പറഞ്ഞാല് അദ്മു വുഖൂഇ തലാഖ്, തലാഖ് സംഭവിക്കൽ ഇല്ല എന്നാണ്. ഇന്ന അദ്ബഹു എന്ന് പറഞ്ഞാല് അദ്മു വുഖൂഇ തലാഖ്, തലാഖ് സംഭവിക്കൽ ഇല്ല എന്ന്. അത് അസ്ലിൽ മുത്തഫഖുൻ അലൈഹി ബൈനനാ വ ബൈനൽ ഹനഫിയ്യ, സാഫിയാക്കൾക്കിടയിലും അനഫിയാക്കൾക്കിടയിലും ആ വിഷയത്തിൽ തർക്കമില്ല. ഇതിന് ത്വലാഖ് സംഭവിക്കുകയില്ല എന്ന വിധിയിൽ തർക്കമില്ല. പിന്നെ ഉൽ ഇല്ലത്തു, ഇല്ലത്ത് എന്താകുന്നു? തലീഖു തഅലീഖു ത്വലാഖി, ത്വലാഖിനെ ബന്ധിപ്പിക്കലാണ് ഇല്ലത്ത്. എന്തിന്റെ മുമ്പ്? ഖബില മിൽക്കിഹി, ത്വലാഖിനെ ഉടമയാക്കുന്നതിന്റെ മുമ്പ് തന്നെ ത്വലാഖിനെ തഅലീഖാക്കി. ആ ഇല്ലത്ത് കൊണ്ടാണ് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ത്വലാഖ് സംഭവിക്കില്ല എന്ന് പറയാൻ കാരണം ത്വലാഖ് സംഭവിക്കണമെങ്കിൽ ആദ്യം വിവാഹം ചെയ്യണ്ടേ? വിവാഹം ചെയ്തിട്ടല്ലേ ത്വലാഖിന്റെ ഉടമ കിട്ടുകയുള്ളൂ. അപ്പൊ തഅലീഖാക്കിയ തെറ്റായി. ആ തഅലീഖ് അസ്ഥാനത്തായതുകൊണ്ട് ആ ഇല്ലത്ത് പ്രകാരം വെക്കുമ്പോ ഇവിടെ ത്വലാഖ് സംഭവിക്കില്ല എന്നായി. ഇതാണ് ഇല്ലത്ത്. വൽ ഹനഫിയും, എങ്കിൽ അനഫിക്കാര് പറയുന്നത് യംനുഉ വുജൂദഹു അസ്ലി, നിങ്ങൾ ഈ പറഞ്ഞ ഇല്ലത്ത് അഥവാ തഅലീഖു തലാഖ് എന്ന് പറയുന്നില്ല ഖബില മുൽക്കിഹി, ആ തഅലീഖു തലാഖ് ഖബില മുൽക്കിഹി എന്ന് പറയുന്ന ഈ ഇല്ലത്ത് അസ്ലിൽ ഉണ്ടാവാൻ പാടില്ല. അസ്ലിൽ ഉണ്ടാവാൻ പാടില്ല. അസ്ല് ഫുലാനത്തുല്ലത്തി അതസവ്വജുഹാ താലിഖുൻ എന്നാ. താലിഖുന്നില്ലോടത്ത് താലിഖുണ്ട്. പക്ഷെ നമ്മൾക്കിടയിൽ എന്താണ് താലിഖ്? ഖബില മുൽക്കിഹി താലിഖു ത്വലാഖ ഇല്ലത്ത്. അനഫിക്കാര് പറയുന്നു നിങ്ങൾ പറയുന്ന ആ താലിഖ് ഇല്ലത്തുണ്ടല്ലോ അത് അസ്ലിൽ ഉണ്ടാവാൻ പാടില്ല. വയഖൂലു, അനഫിക്കാരൻ പറയുന്നു ഹുവ, ആ ത്വലാഖ് തൻജീസുൻ, അത് തൻജീസിന്റെ തലാഖാകുന്നു എന്നാ പറയുന്നത്. തൻജീസിന്റെ തലാഖാകുമ്പോൾ ഖിയാസ് പറ്റുകയില്ല. എന്തുകൊണ്ട്? അസ്ലിൽ ഉള്ളതായ ഒരു ഇല്ലത്ത് ഫറയിലേക്ക് വിട്ടുകിടക്കേണ്ട അവിടെ ഇല്ലല്ലോ. അപ്പൊ അസ്ലിൽ ഇല്ലത്തില്ല. അസ്ലിൽ ഇല്ലത്തില്ലാത്തത് കൊണ്ട് ഫറയിലേക്ക് അത് വിട്ടുകിടക്കൂല. ഫറയിലേക്ക് അത് വിട്ടുകിടക്കാത്തത് കൊണ്ട് നിങ്ങൾ ഫുലാനത്തുല്ലത്തി അതസവ്വജുഹാ താലിഖുൻ എന്നതിന്മേൽ ഇന്നതവ്വജതു ഫുലാനത്തൻ എന്ന് ഖിയാസാക്കിയത് ശരിയായില്ല എന്നതാ. ആവട്ടെ ഇങ്ങനെ ഖിയാസാക്കിയാൽ ഒരൊറ്റ ഇല്ലത്തിന് അസ്ലിൽ ഉണ്ടാവാൻ പാടില്ലാതെ പ്രതിവാദിക്കുകയാണെങ്കിലും അതേ ഒരു ഇല്ലത്തിന് വേണ്ടിയിട്ട് ഉഖ്ബിൽ രണ്ടു കൂട്ടർ യോജിച്ചാൽ അതിന് പറയുന്ന പേരെന്തായിരിക്കും? മുറക്കബുൽ വസ്ഫ്, മറ്റത് മുറക്കബുൽ അസ്ല. ഇതിന്റെ പേര് മുറക്കബുൽ വസ്ഫ് എന്നാണ് പറയുക. വസ്ഫിൽ കൂട്ടിച്ചേർത്തുണ്ടാക്കപ്പെട്ടത്. സുബിയ, ഇതിന് പേര് വെക്കപ്പെട്ടു അൽ ഖിയാസു, ഈ ഖിയാസ്. എങ്ങനത്തെ ഖിയാസ്? അൽ മുസ്തമിലു അൽ ഹുക്മിൽ മദ്കൂരി ബിദാലിക, പറയപ്പെട്ടതാരു വിധിയുണ്ടല്ലോ. എന്താ പറയപ്പെട്ട വിധി? അദ്മു ത്വലാഖിന്റെ അദ്മു വുഖൂഇ ത്വലാഖാണ് വിധി, ത്വലാഖ് സംഭവിക്കാതിരിക്കുക എന്നത്. അതിന്റെ മേൽ ചുറ്റി നിൽക്കുന്ന ഈ ഖിയാസിന് പേര് പറയപ്പെട്ടു ബിദാലിക. ഈ വസ്ഫ് മുറക്കബുൽ വസ്ഫ് എന്നതുകൊണ്ട് പേര് വെക്കപ്പെട്ടത് എന്തിനാ? ലിതർകീബിൽ ഹുക്മി ഫീഹി, ഈ ഖിയാസിലുള്ളതായ വിധിയെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി തെളിച്ചു പറയാം. ഐ ബിനാഇഹി, ആ ഹുക്മിനെ എടുത്തതിന് വേണ്ടി, അലൽ വസ്ഫി, ഒരു വിശേഷണത്തിന്റെ മേലിൽ, അല്ലതി, എങ്ങനത്തെ വിശേഷണം, മർ അൽ ഖസ്ബു, പ്രതി തടഞ്ഞു, വുജൂദഹു, ആ വിശേഷണം ഉണ്ടാവലിനെ ഫിൽ അസ്ലി, അസ്ലിൽ. അപ്പൊ അസ്ലിൽ ആ വിശേഷണം ഉണ്ടാവലിനെ പ്രതി തടുത്തു. അങ്ങനത്തതായ ഒരു വിശേഷണം ഇവിടെയുണ്ട്. ആ വിശേഷണത്തിൽ എടുത്തുണ്ടാക്കിയതാണ് ഈ ഫറഇന്റെ വിധി. അതുകൊണ്ട് വസ്ഫുൽ മുറക്കബ് പേര് വെക്കാം. നമ്മൾ പറഞ്ഞ ഉദാഹരണം മനസ്സിലാക്കുമ്പോൾ ഇത് കിട്ടും. ഇങ്ങനെ വസ്ഫുൽ മുറക്കബ് എന്നും മുറക്കബുൽ അസ്ൽ എന്ന രണ്ട് പേരിൽ അറിയപ്പെടുന്ന ഖിയാസോടെ കിട്ടി. എങ്കിൽ വലാ യുഖ്ബലാനി, ഈ രണ്ട് ഖിയാസിനും അംഗീകരിക്കപ്പെടുകയില്ല.
അൽ ഖിയാസാനിൽ മദ്കൂറാനി ഈ രണ്ട് ഖിയാസിനും അംഗീകരിക്കപ്പെടുകയില്ല. കാരണം ലിമൻ ഖസ്ബി വജൂദൽ ഇല്ലത്തി ഫിൽ ഫർഇ ഫിൽ അവ്വലി വഫിൽ അസ്ലി ഫിൽ സാനി എന്നുള്ളോടത്താ ഇവിടെ പ്രതി തടഞ്ഞുപോയി. എന്തിനെ തടഞ്ഞു? വജൂദൽ ഇല്ലത്തി ഇല്ലത്ത് ഉണ്ടാവലിനെ, ഫിൽ ഫർഇൽ ഇല്ലത്ത് ഉണ്ടാവലിനെ തടഞ്ഞു, ഫിൽ അവ്വലി ആദ്യത്തെ ഉദാഹരണത്തിൽ. അപ്പൊ ആദ്യത്തെ ഉദാഹരണത്തിൽ എന്തായെന്നറിയാമോ? നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഖിയാസ് അത് മുറക്കബുൽ അസ്ലാണ്. ആ മുറക്കബുൽ അസ്ലിൽ ഫർഇൽ ഇല്ലത്ത് ഉണ്ടാവലിനെ തടഞ്ഞു. വഫിൽ അസ്ലി ഫി സാനി രണ്ടാമത്തെ ഉദാഹരണത്തിൽ അസ്ലിൽ ഇല്ലത്ത് ഉണ്ടാവലിനെ പ്രതി തടഞ്ഞു. ഈ രണ്ട് കാര്യത്തിൽ തടവുണ്ടായതുകൊണ്ട് മുറക്കബുൽ അസ്ൽ എന്ന് പറയുന്ന ഖിയാസിനെയും മുറക്കബുൽ വസ് എന്ന് പറയുന്ന ഖിയാസിനെയും അംഗീകരിക്കാൻ വകുപ്പില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ ഖിലാഫുൽ ഖിലാഫിയ്യീന ഫീ ഖൗലിഹിം ഇതിന് എതിരായി എന്ന ആളുകൾക്ക് എതിരായിട്ട് അവർ പറയുന്നത് അവരുടെ വാക്കിൽ യുഖ്ബലാനി ഇത് രണ്ടും സ്വീകരിക്കാൻ പറ്റും എന്നതാണ്. ഇത് രണ്ടും സ്വീകരിക്കാൻ പറ്റുമെന്ന് പറയാനുള്ള ന്യായമെന്ത്? അസ്ലിനുള്ളതായ വിധി, ആ വിധിക്കാർക്കും തർക്കമില്ല. രണ്ട് വാദിക്കും പ്രതിക്കും തർക്കമില്ല. വാദിം പ്രതിം ഉക്കുമിൽ അസ്ലിന്റെ ഉക്കുമിൽ ഉറപ്പായി, രണ്ടാളും യോജിച്ചു. അതിലേക്ക് നോക്കുമ്പോ മുറക്കബുൽ അസ്ല് മുറക്കബുൽ വസ് എന്നീ ഖിയാസ് അംഗീകരിക്കാനോ എന്നുള്ളതാണ്. അപ്പൊ ആ വിഷയം അവിടെ കഴിഞ്ഞു. ഇനി വേറൊരു വിഷയം, വലൗ സല്ലമൽ ഖസ്മു അൽ ഇല്ലത്ത, ഇനി പ്രതി സമ്മതിച്ചാൽ അൽ ഇല്ലത്ത ഇല്ലത്തിനെ ആർക്ക് സമ്മതിച്ചു കൊടുത്തു? ഏത് ഇല്ലത്താണ്? ഇതിൽ മുസ്തദില്ലി, ആ ലക്ഷ്യമായി പിടിക്കുന്ന ആളുടെ ഇല്ലത്ത് ലക്ഷ്യമായി പിടിക്കും. അങ്ങനത്തെ ഒരു ഇല്ലത്തിനെ ഖസ്മ് സമ്മതിച്ചു. അത് പറഞ്ഞാൽ പ്രതി എന്താണ്? അതായത് സല്ലമ അന്നഹ മാദക്കറോ, ആ മുസ്തദില് പറഞ്ഞ ഇല്ലത്താണ് അത് എന്ന് സമ്മതിച്ചു കൊടുത്തു. അതൊരു ഇല്ലത്താണ് സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ സമ്മതിക്കുകയും മുസ്തദില്ലു വുജൂദഹ, ആ ഇല്ലത്ത് ഉണ്ടാവലിനെ ലക്ഷ്യം പിടിക്കുന്ന ആൾ സ്ഥിരപ്പെടുത്തി കൊടുത്തു. എവിടെ? ഹൈസു ഇഖ്തലഫാ ഫീഹി, ഉണ്ടാവുന്ന കാര്യത്തിൽ രണ്ടുപേരും വിഭിന്നമാണ്. വാദിയും പ്രതിയും രണ്ടാളും എതിരാണ്. എവിടെ? വുജൂദില്. ആ ഇല്ലത്തിന്റെ വുജൂദിൽ എതിരാകുന്ന അവസ്ഥയിൽ ആ ഇല്ലത്ത് ഉണ്ടാവലിനെ സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നു മുസ്തദില്. അങ്ങനെ ആവുകയും ചെയ്താൽ, അല്ലെങ്കിൽ ലൗ സല്ലമഹു, അല്ലെങ്കിൽ ആ ഇല്ലത്തിന്റെ വുജൂദിനെ ഖസ്മ് സമ്മതിച്ചു. ഐ സല്ലമ വുജൂദഹ, ഖസ്മല്ല സമ്മതിച്ചു. ആര്? അൻ മുനാദിറു, തർക്കിക്കുന്ന ആള്, മുനാദറ നടത്തുന്ന ആള് ഇല്ലത്തിന്റെ വുജൂദിനെ സമ്മതിച്ചു. ഇങ്ങനെ സംബന്ധിച്ചപ്പോൾ ഇന്തഹളം ദലീലു അലൈഹി, തർക്കിക്കുന്ന ആള് മുനാദറ നടത്തുന്ന ആൾക്ക് എതിരായി ലക്ഷ്യം ഉണർന്നു. എന്തുകൊണ്ട്? ലിതസ്ലീമിഹി, ഈ മുനാദർ സമ്മതിച്ചു പോയി. ഫിസ്താനി, രണ്ടാമത്തേതിൽ മുനാദർ എന്തായി സമ്മതിച്ചു പോയി? ഇല്ലത്തുണ്ട്, ആ ഇല്ലത്തുണ്ട് എന്നൊരു സമ്മതം വന്നുപോയി. ഖിയാമു ദലീലി അലൈഹി ഫിൽ അവ്വലി, ആദ്യത്തേതിൽ അയാൾക്ക് എതിരിൽ ദലീൽ നിൽക്കുകയും ചെയ്തു. ഈ രൂപത്തിൽ ഇങ്ങനെയാകുമ്പോൾ ദലീൽ എന്തായി ഉണർന്നു വന്നു മുനാദറിന്റെ എതിരിൽ. എന്നാൽ നമുക്ക് നോക്കാം എന്താ ഇവിടെ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് പ്രതി ഇല്ലത്ത് സമ്മതിച്ചു, മുസ്തദില് ആ ഇല്ലത്തിന്റെ വുജൂദിനെ സ്ഥിരപ്പെടുത്തി കൊടുത്തു. അല്ലെങ്കിൽ മുനാദിർ ഇല്ലത്തിന്റെ വുജൂദ് ഉണ്ടെന്ന് സമ്മതിച്ചു. എന്നിട്ട് അവസാനം മുനാദിറിന് എതിരായി കൊണ്ടുവന്നു സമ്മതിച്ച കാരണം കൊണ്ട് ലക്ഷ്യം. ആദ്യത്തെ മൂപ്പർക്കെതിരായി ദലീൽ നിൽക്കുകയും ചെയ്തു. ഇങ്ങനെ ദലീൽ ഉണർന്നു വന്നാൽ, എന്നാൽ നോക്കണം, വഇല്ലം യത്തഫിഖൽ ഖസ്മാനി അലൽ അസ്ൽ മിൻ ഹൈസുൽ ഹുക്മു വൽ ഇല്ല, ഇല്ലത്ത് ഹുക്മ് എന്ന ഹൈസിയത്തിൽ കൂടെ അസ്ലിന്റെ പേരിൽ വാദിയും പ്രതിയും രണ്ടാളും ഒത്തുവന്നില്ലെങ്കിൽ, വലാക്കിൻ പക്ഷേ റാമൽ മുസ്തദില്ലു, ലക്ഷ്യം പിടിക്കുന്ന ആൾ തേടി, ഇസ്ബാത്ത ഹുക്മിഹി, ആ അസ്ലിന്റെ ഹുക്മിനെ സ്ഥിരപ്പെടുത്തലിനെ തേടി.
എന്തുകൊണ്ട് ദലീലിൻ മറ്റൊരു ദലീല് കൊണ്ട് ഈ അസറിന്റെ ഹുക്കുമിനെ സ്ഥിരപ്പെടുത്തലിനെ മുസ്തദില്ലായ ആള് തേടി. സുമ്മ ഇസ്ബാത്തൽ ഇല്ലത്തി, അത് കഴിഞ്ഞിട്ട് ആ ഹുക്കുമുണ്ടാവുന്ന ഇല്ലത്തും ആ ഇല്ലത്തിനെ സ്ഥിരപ്പെടുത്തലിനെയും തേടി. മറ്റൊരു വഴിയിലൂടെ ഇങ്ങനെ തേടി. എന്നാൽ ഇങ്ങനെ വരികയാണെങ്കിൽ എന്താണ് നമുക്ക് അതിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം നോക്കുക. ഫൽ അസഹു, എന്നാൽ ഇവിടെ പല അഭിപ്രായമുണ്ടെങ്കിലും ഖബൂലുഹു, അത് സ്വീകരിക്കാം. ഫീ ദാലിക, ഹുക്മിന്റെയും ഇല്ലത്തിന്റെയും വിഷയത്തിലൂടെ നമുക്ക് ആരെ സ്വീകരിക്കാം? ഈ പറയുന്ന ആളെ സ്വീകരിക്കാം, മുസ്തദിലിനെ സ്വീകരിക്കാം. അയാൾ പറഞ്ഞത് അംഗീകരിക്കാം. എന്തുകൊണ്ട്? ലിഅന്ന ഇസ്ബാത്തുഹു, ഈ മുസ്തദിലിന്റെ സ്ഥിരപ്പെടുത്തല് ബി മൻസിലത്തി ഇത്റാഫിൽ ഖസ്മി ബിഹി, അതുകൊണ്ട് ആ സംഗതി കൊണ്ട് അഥവാ ഹുക്മ് ഇല്ലത്ത് ഇവ കൊണ്ട് പ്രതി സമ്മതിക്കുന്ന പോസ്റ്റിലാണല്ലോ മുസ്തദിൽ ഇതെല്ലാം സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് മുസ്തദിലിനെ നമുക്ക് അംഗീകരിക്കാം. അയാൾ പറഞ്ഞത് ശരിയാണ്, എടുക്കാം. വക്കീല, അവിടെ കീലയുണ്ട്, അതല്ലേ അസക്ക് പറഞ്ഞതില്ലേ. വക്കീല പറയപ്പെടുന്നു ലാ യഖ്ബലു, മുസ്തദിലിനെ അംഗീകരിക്കാൻ പറ്റൂല. ബൽ പിന്നെയോ ലാ ബുദ്ദ മിൻ ഇത്തിഫാഖിഹിമാ അലൽ അസ്ൽ, അസ്ലിന്റെ മേലിൽ രണ്ടുപേരും എന്ത് വേണം? യോജിക്കണം. അത് കൂടാതെ കഴിയൂല. എന്തുകൊണ്ടാണ് ഇത്തിഫാഖ് വേണമെന്ന് പറയുന്നത്? സൗരൻ ലിൽ കലാമി അനിൽ ഇന്തിഷാരി, രണ്ടുപേർക്കും ഇടയിലുള്ള അഭിപ്രായം വന്നു കഴിഞ്ഞാൽ സംസാരങ്ങൾ കൂടെ ഇങ്ങനെ പരക്കും. അപ്പൊ ആ സംസാരത്തെ വ്യാപകമാവലിനെ തൊട്ട് കാക്കണമെങ്കിൽ രണ്ടാളും ഇത്തിഫാഖ് വേണം. ആ ഇത്തിഫാഖ് കൂടാതെ കഴിയൂല. അപ്പൊ അതുകൊണ്ട് ഇത്തിഫാഖ് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? മുസ്തദിലിനെ അംഗീകരിക്കൂല എന്നതാണ് അസഹിനെതിരെ. ഈ വസ്സഹീഹോ, സ്വഹീഹ എന്ന് പറയുന്നത് അന്നോ നിശ്ചയമായിട്ടും കാര്യം ലാ യുഷ്തറത്തു ഫിൽ ഖിയാസി, ഇനി ഖിയാസിൽ സർത്താക്കപ്പെടുകയില്ല. എന്ത്? അൽ ഇത്തിഫാഖു, ഇത്തിഫാഖ് സർത്താക്കപ്പെടുകയില്ല. ഇത്തിഫാഖ് എന്ന് പറഞ്ഞുകൊടുത്ത് ഇജ്മാ എന്നതാണ് ഇവിടെ ഉദ്ദേശം. അപ്പൊ ഇവിടുത്തെ ഇത്തിഫാഖിന്റെ അർത്ഥം ഇജ്മാ, ഇതുവരെ പറഞ്ഞ ഇത്തിഫാഖ് അല്ല. അലാ തഅലീലി ഹുക്മിൽ അസ്ലി, അസ്ലിന്റെ വിധി ഉണ്ടാവുമല്ലോ ഇവിടെ. ആ അസ്ലിന്റെ വിധി ഒരു തഅലീലിന്റെ പേരിലാണ്, ഇല്ലത്താക്കലിന്റെ പേരിലാണ് ഇത്തിഫാഖ് എന്ന് ഷർത്തുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഐ അല അൻഹു മുഅല്ലലുൻ, ഇവിടെ അസ്ലിലുണ്ടായ വിധി ഇല്ലത്താക്കപ്പെട്ടതാണ്, ഒരു ഇല്ലത്ത് കാരണം കൊണ്ടുണ്ടായ വിധിയാണ് എന്ന് എന്നതിന്റെ പേരിൽ ഇജ്മാ ഷർത്തില്ല. അവന്റെ സ്വരൽ ഇല്ലത്തി, അല്ലെങ്കിൽ എന്താണെന്നറിയാമോ? ഇല്ലത്ത്, ആ ഇല്ലത്ത് അൽ മുസ്തൽസിമൂലി തഅലീലിഹി, അതിനെ ഇല്ലത്താക്കലിനെ നിർബന്ധമാക്കുന്ന നസ്സ്, അത് ഇല്ലത്താണ്. അങ്ങനെ ഇല്ലത്താക്കാൻ വിധിക്ക് ഇല്ലത്തുണ്ട്. ആ വിധിക്ക് ഇല്ലത്തുണ്ടാകുമ്പോൾ മുഅല്ലലാണ്. അങ്ങനെ മുഅല്ലലായിരിക്കുന്ന ആ വിധിക്ക് നിർബന്ധമാകുന്ന ഒരു നസ്സ്, അങ്ങനെ നസ്സ് ഉണ്ടാവുക എന്നതും ഷർത്തില്ല. ലിഅന്നഹു ലാ ദലീല അലാ ഇഷ്തിറാതി ദാലിക, അവ ഷർത്താക്കണം എന്നതിന് യാതൊരു തെളിവും ഇവിടെ ഇല്ല. പിന്നെ എന്ത് മതി? ബൽ യക്ഫി ഇസ്ബാതു തഅലീലി, ഇല്ലത്താക്കപ്പെട്ടതിനെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് മതി. ബിദലീൽ, ലക്ഷ്യം കൊണ്ടുവന്നിട്ട് സ്ഥിരപ്പെടുത്തി തരുക, ഇല്ലത്താണ് എന്നൊക്കെ സ്ഥിരപ്പെടുത്തിയാൽ മതി. അല്ലാതെ ഇജ്മാഉം നസ്സൊന്നും വേണ്ട. വഖദ് തഖദ്ദമ, എത്തരത്തിൽ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്, അന്നഹു നിശ്ചയമായിട്ടും കാര്യം ലാ യുഷ്തറത്തു അൽ ഇത്തിഫാഖു അലാ വജൂദിൽ ഇല്ലത്തി, ഇല്ലത്ത് ഉണ്ടാവലിന്റെ പേരിൽ ഇത്തിഫാഖ് വേണം എന്നൊരു ഷർത്തൊന്നും ഇല്ല എന്ന് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. അപ്പൊ അതേമാതിരി തന്നെ ഇവിടെ മനസ്സിലാക്കിക്കോളൂ. ഖിലാഫൻ ലിമൻ സഅമഹു, ഇതിന് എതിരായി വാദിച്ചവർക്കെതിർ ഓല് പറഞ്ഞതെന്താ? അവിടെ ഇത്തിഫാഖ് വേണമെന്നാണ് ആ സായിബിയുടെ വാദം. അതിനെതിരായിട്ടാണ് ഈ പറഞ്ഞത്. ഫറഖ ബൈനൽ മസ്അലതൈനി, ഇവിടെ രണ്ട് മസ്അലകൾക്കിടയിൽ മുസ്ലിം വിട്ടുപിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ എന്തുകൊണ്ടാണ്? ലിമുനാസബത്തിൽ മഹല്ലൈനി, രണ്ടിന്റെ മഹല്ലും മുനാസബ് ഉണ്ടായത് കൊണ്ടാണ് രണ്ട് മസ്അലയും വിട്ടു പറഞ്ഞു പോയത്. വസ്സഹീഹു ലാ യുഷ്തറത്തുൽ ഇത്തിഫാഖു അലാ തഅലീലി ഹുക്മിൽ അസ്ലി അവൻ നസ്സു അലൽ ഇല്ലത്തി, ഇങ്ങനൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ രണ്ടാമത്തെ ഖിയാസിന്റെ ഫർള് കഴിഞ്ഞു. അസ്സാലിസു മിൻ അർക്കാനിൽ ഖിയാസി, ഇനി ഖിയാസിന്റെ ഫർളുകളിൽ മൂന്നാമത്തെ ഫർള് അൽ ഫർഉ, ഫർഉ എന്നുള്ളതാണ്. ഫർഉ എന്ന് പറഞ്ഞാൽ
നമ്മൾ മഖീസിനെ കുറിച്ച് ഫറഗ് പറയും. പക്ഷെ എങ്ങനെ ഫറഗ് പറയാ? ഓവൽ മഹല്ലുൽ മുശബ്ബഹു ബിൽ അസ്ലി, അസ്ലിനോട് സാദൃശ്യമാക്കപ്പെട്ട തുലനം ചെയ്യപ്പെട്ടതായ ഒരു മഹലിനെ കൊണ്ടാണ് ഫറഗ് പറയുക എന്ന വക്കീല അവിടെ അഭിപ്രായമുണ്ട്. ഹുക്മുഹു മുശബ്ബഹായ മഹല്ലല്ല, പിന്നെന്താണ് അതിന്റെ വിധിയാണ് ഫറഗ് എന്ന് പറയുന്നു. വഖദ് തഖദ്ദമ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അന്നഹു നിശ്ചയമായിട്ടും കാര്യം ലാ യുതഅത്ത ഖൗലുൻ, ഇവിടെ കൗല് ശരിയാവൂല. അസ്ലിൽ പറഞ്ഞതുപോലെ അസ്ലിൽ പറഞ്ഞിട്ടുണ്ട്, ദലീലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലത്തെ ഒരു കൗല് ബി അന്നഹു ദലീൽ ഹുക്മി, അസ്ല് എന്ന് പറഞ്ഞിടത്ത് 3 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മഹല്ലാണെന്നും ഹുക്കുമാണെന്നും പറഞ്ഞു. മൂന്നാമത്തെ അഭിപ്രായമാണ് എന്താ പറഞ്ഞിരുന്നത്? ഹുക്കുമിന്റെ ദലീലാണെന്ന് പറഞ്ഞിരുന്നു അസ്ലിനെ കുറിച്ച്. അങ്ങനെ പറഞ്ഞതുപോലെ ഇവിടെയും ഒരു ദലീൽ ഹുക്കും ആണ് ഫറഗ് എന്ന് പറയാൻ ഇവിടെ പറ്റുകയില്ല. അത് നമ്മൾ മുമ്പ് വിശദീകരിച്ച് പറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഇവിടെ 2 കവലേ ഉള്ളൂ. ഒന്നിരിക്കൽ മഹല്ല് അല്ലെങ്കിൽ ഹുക്കുമ്. ഷർത്തിഹി എങ്കിൽ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഈ ഫറഇന്റെ നിബന്ധനയിൽ പെട്ടതാണ്. ഫറഅ് എന്ന് പറഞ്ഞ മഹല്ല് മുശബ്ബഹ് നോക്കുക, അതിന്റെ ഷർത്തിൽപ്പെട്ടതാണ് വുജൂദു തമാമിൽ ഇല്ലത്തി ഫിൽ അസ്ൽ, അസ്ലിൽ ഉള്ളതായ ഒരു ഇല്ലത്തുണ്ട്. ആ ഇല്ലത്തിന്റെ തമാമ് വുജൂദാണ്. ആ വുജൂദ് തമാമ് വുജൂദാണ് ഫീഹി, ഏതില്? ഫറഇല്. അപ്പോ അസ്ലിൽ ഉള്ളതായിരിക്കുന്ന ഇല്ലത്തിന്റെ തമാമ് ഉണ്ടാവണം ഫറഇലും എന്നുള്ളത് ഫറഇന്റെ ഷർത്തിൽപ്പെട്ടതാണ്. എങ്ങനെ? പിന്നെ ഒരു സിയാദത്തിൽ ആ ഉണ്ടാവല് കൂടുതലാവാൻ പാടില്ല, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാവുക. എങ്ങനെ? ആ ഇല്ലത്ത് അസ്ലുള്ള ഇല്ലത്ത് പരിപൂർണമായിട്ട് ഇവിടെ ഉണ്ടാവണമെന്ന് പറയുന്ന ഉദാഹരണം കൽ ഇസ്കാരി, ഇസ്കാറും ലഹരി പിടിപ്പിക്കുക എന്ന് പറയും പോലെ. എന്ത് വിഷയത്തിലാണ് ഇപ്പൊ ഇസ്കാർ? ഫി ഖിയാസിന്റെ ബീദി, മുന്തിരിക കള്ളിനെ ഖിയാസാക്കി, അലൽ ഖംരി കള്ളിന്റെ മേൽ ഖിയാസാക്കി. കള്ള് എന്ന് പറയുന്നത് ഹറാമാകുവാനുള്ള കാരണം എന്താണ്? ഇസ്കാറാണ്. അതേ ഇസ്കാർ നബീദിലുമുണ്ട്. പേര് 2 ആയാലും ഇസ്കാർ എന്ന വിഷയത്തിന് 2 തുല്യമാണ്. അപ്പൊ ഖംറിന്റെ ഇസ്കാർ എന്ന് പറയുന്ന അതേ ഇല്ലത്ത് നബീദിലുമുണ്ടായി. ഇങ്ങനെ ഉണ്ടാവണം. വൽ ഈദായി ഇടങ്ങാറാക്കുക, ബുദ്ധിമുട്ടിക്കുക എന്നതുപോലുള്ളൊരു ഇല്ലത്ത്. അതേതാ? ഖിയാസുൽ ളർബി, അടിയെ ഖിയാസാക്കുക. അല തഅഫീഫി, തഅഫീഫിന്റെ മേൽ എന്ന് പറഞ്ഞാൽ ഛേ എന്ന് പറയാൻ പാടില്ല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? വലാ തഖുൽ ലഹുമാ ഉഫിൻ, അവിടെയാണ് തഅഫീഫ്. ഛേ ഛേ എന്ന് പറയുന്നതിൽ മോശമല്ലേ, ഇടങ്ങാറാക്കലല്ലേ? ആ ഒരു എന്നതിന്റെ മേൽ ലർബിലേക്ക് ഖിയാസാക്കി. എന്ത് വിഷയത്തിൽ? ഈദാ, അടിച്ചാലും ഛേ എന്ന് പറഞ്ഞാലും 2 ആയാലും ഈദാ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലേ? ഉണ്ട്. അപ്പൊ അസ്ലിൽ ഉള്ളതായ പരിപൂർണമായിരിക്കുന്ന ആ ഇല്ലത്ത് ഫറയിലുമുണ്ട്. ആ നിലക്കായിരിക്കണം ഉണ്ടെങ്കിലേ ഖിയാസാക്കാൻ പറ്റുകയുള്ളൂ. എന്തിനാണ് അങ്ങനെ വുജൂദ് വേണമെന്നൊക്കെ പറഞ്ഞത്? ആ ഇല്ലത്ത് ഷർത്താക്കിയാലൂടെ. എന്തിനാണ് ആ ഷർത്ത്? ലിയതഅദ്ദൽ ഹുക്മു ഇലൽ ഫർഇ, ആ അസ്ലിന്റെ വിധി ഫർഇലേക്ക് വിട്ടുകിടക്കണമെങ്കിൽ ഇത് ഷർത്താണ്. അതുകൊണ്ട് ഷർത്താക്കിയതാണ്. വഅദല, മുസന്നിഫ് തെറ്റിപ്പോയി. കമാ ഖാല, പറഞ്ഞതുപോലെ തെറ്റി. എന്തിനെ തൊട്ട്? ആ ഖൗലി ഇബ്നുൽ ഹാജിബ്, ഇബ്നു ഹാജിബ് പറഞ്ഞ വാക്കിനെ തൊട്ട്. എന്താ മൂപ്പര് പറഞ്ഞത്? ഐ യുസാവിയ ബിൽ ഇല്ലത്തി ഇല്ലത്തുൽ അസ്ലി, ഇല്ലത്തിന്റെ കാര്യത്തിൽ ഫർഇ എന്ത് വേണം? അസ്ലിന്റെ ഇല്ലത്തിനോട് സമമായി വരണം. ഇങ്ങനെയാണ് ഇബ്നു ഹാജിബ് ഇബാറത്തിട്ടത്. ആ ഇബാറത്തിന് മാറ്റിയിട്ട് മുസ്ലിം ഇവിടെ കൊണ്ടുവന്നത് എന്താ? അമിൻ ഷർത്തിഹി വുജൂദ് തമാമിൽ ഇല്ലത്തി ഫിഹി എന്നതല്ലേ? എന്തിനാ അങ്ങനെ കൊണ്ടുവന്നത്? ഈ ഉദുവിൽ ഇവിടെ ഒരു കാരണമുണ്ട്. ഈഹാമിഹി അന്ന സിയാദത തദുറു എന്നുള്ളതാ. എന്ത്? ഐ യുസാബി എന്ന ഇബാറത്തിട്ട് വെച്ചാൽ ഇവിടെ എന്ത് വരും? അത് തോന്നിപ്പിക്കുന്നുണ്ട് ആ ഇബാറത്ത്. എന്ത് ഇബാറത്ത് തോന്നിപ്പിക്കുന്നത്? സിയാദത്ത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിപ്പിച്ചു പോകും. ആ സിയാദത്ത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ ഇബാറത്തിനെ മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് തന്നെ ഇവിടെ ഇല്ലത്തിനെ കുറിച്ചാണല്ലോ ചർച്ച. വൈകാരത്തിൽ ഇല്ലത്തോ ഖത്ഇയ്യതൻ, അപ്പൊ ഇതിലുള്ള ഇല്ലത്ത് ഖത്ഇയ്യാണെങ്കിലോ എങ്ങനെ ഖത്ഇയ്യാവുക? ബിഅൻ ഖുതിയ ബിഇല്ലത്തി ശൈഇ ഫിൽ അസ്ലി, അസ്ലിൽ ഒരു വസ്തു ഇല്ലത്തായിരിക്കുക എന്നതുകൊണ്ട് ഉറപ്പിക്കപ്പെട്ടു.
അപ്പൊ വജൂദിഹി ആ വസ്തു ഫിൽ ഫറയിൽ ഉണ്ടാവുക എന്നതുകൊണ്ട് ഉറപ്പിക്കപ്പെട്ടു. ഏതുപോലെ ഇസ്കാർ, ഇസ്കാർ എന്ന് പറയുന്നതായ ഒരു വസ്തു അത് ഇല്ലത്തായിരിക്കുക എന്നുള്ളത് ഉറപ്പാ അസിൽ. അതേമാതിരി അതുണ്ടാവാ ഫറയിലും. ഈതായി ഇടങ്കാറാക്കുക എന്ന് പറയും പോലെ ഉമ്മ പറഞ്ഞു. ഉദാഹരണത്തിൽ നബീദിനെ ഹംറിന്റെ പേരിലും ലർബിനെ തേഫീഫിന്റെ പേരിലും ഖിയാസാക്കിയല്ലോ. ഒന്ന് ഈദാവുമാണ്, ഒന്ന് നിസ്കാരമാണല്ലോ എന്നതുപോലെ ഖത്ഇയാവുക. ഇങ്ങനെ ഇല്ലത്ത് ഖത്ഇയാണ് എങ്കിൽ എന്താ പേര്? ആ ഇല്ലത്തിന്റെ ഖിയാസിന്റെ പേര് ഖത്ഇയായ ഖിയാസ് എന്ന് പറയാം. എത്രത്തോളം എന്ന് വെച്ചാൽ അസ്ലിന്റെ ലക്ഷ്യം എന്താണോ അത് ഫർഇനെ ഉൾപ്പെടുത്തുക ഫർഇൽ എന്നതുപോലെയായി എന്നതാണ്. അങ്ങനെ വരുമ്പോൾ അസ്ലിന്റെ ദലീല് ലന്നിയാണെങ്കിലോ അസ്ലിന്റെ ദലീല് അസ്ലിന്റെ ഹുക്കുമുണ്ടല്ലോ അതിന്റെ ദലീൽ എന്താ ലന്നിയായി വെക്കുക. എന്നാ പിന്നെ ഹുക്കുമുൽ ഫറഇ കദാലിക എന്ന ഫറഇന്റെ ഹുക്കും എന്തായി ലന്നിയായി അസ്ലിനുള്ളതൊക്കെ പറയുന്നുണ്ടാവുകയാണോ എന്നതുപോലെയാണ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഖിയാസിന്റെ കാര്യത്തിൽ ഇല്ലത്തിനെ കുറിച്ചുള്ള ചർച്ച. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ തുടരാം. അള്ളാഹു ഇതെല്ലാം കബൂലാക്കി തീർക്കുമാറാവട്ടെ. റാഹത്തോടുകൂടി എല്ലാം നല്ല നിലയിൽ ക്ലാസ് എടുക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എടുക്കുന്ന എല്ലാ ക്ലാസുകളും ഉപകാരപ്രദമായ രീതിയിലാക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.